ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ജോബ് റിലേറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പെൻഷൻ അല്ലെങ്കിൽ പി എഫും പെൻഷൻ ഫണ്ടും ഉണ്ടെന്ന് അറിയാം. EPF പോലെ നമുക്ക് PF പെൻഷൻ ഫണ്ടും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ജോലി കഴിഞ്ഞു, നമുക്കിപ്പോൾ ഒരു ജോലി അടുത്തത് കിട്ടിയില്ല. 2 months വെയിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ PF നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ എങ്ങനെ വിഡ്രോ ചെയ്യും? പലർക്കുള്ള ഡൗട്ടാണ്. എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് PFും പെൻഷനും ഉണ്ടായിരുന്നു. അതിലെങ്ങനെ വിഡ്രോ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ എന്താ പറയുക, PF ഓഫീസിലും ചോദിച്ചു, എനിക്ക് നല്ല റിപ്ലൈ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്നും കൺസേൺഡ് ആയിട്ട് ചോദിച്ചു, അതിൽ നിന്നും വലിയ റിപ്ലൈ കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ ഒരു നെഗ്ലിജൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വേറെ അല്ല, ജെമിനിയാണ്. സോ നിങ്ങൾക്ക് ജെമിനിയിൽ എന്തുണ്ടെങ്കിലും ലൈവിൽ പോയി ജെമിനിയോട് ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ PFൻ്റെ സൈറ്റിലാണ് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രീൻ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ ജെമിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഇപ്പോഴും ഞാൻ പറയുകയാണ്, എൻ്റെ PFും എൻ്റെ പെൻഷനും എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയത് ജെമിനിയുടെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്, അതായത് ഇപ്പോൾ PF ഓഫീസിലത്തെ ഒരു എംപ്ലോയിക്ക് പോലും ഇത്ര നന്നായി പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ജെമിനിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കാരണം കൊണ്ട്. നിങ്ങൾ പെൻഷനിൽ പെട്ട് കിടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് PF എങ്ങനെ ഒറ്റയ്ക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ജെമിനി നല്ല അസലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് യൂട്യൂബ് റെഫറൻസിൽ ഞാൻ പലതും കണ്ടത് നമ്മുടെ നേറ്റീവായിട്ടുള്ള ലാംഗ്വേജിലൊന്നും കണ്ടില്ല. നമുക്കൊരു ഫ്രണ്ട് പറഞ്ഞു തരുന്നപ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് PFൻ്റെ പെൻഷനും കാര്യങ്ങളും ജെമിനി പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ജെമിനി ലൈവ് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. കാരണം നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവുന്നുള്ളത് ഉറപ്പാണ്. കാരണം എൻ്റെ പ്രശ്നം